ഇന്ന് ഞങ്ങൾ ആഘോഷിക്കുന്ന എൻ്റെ അച്ഛൻ്റെ 60ാമത്തെ പിറന്നാളാണ്. ഇതിനുവേണ്ടി തലേ ദിവസം തന്നെ വണ്ടിയുമായി കോഴിക്കോട് നേരെ ഞാൻ നാട്ടിലേക്ക് പോന്നു. അങ്ങനെ 60 വയസ്സാവുന്നതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു പരിപാടി നടത്താമെന്ന് വിചാരിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ പ്രോഗ്രാമിൻ്റെ ഒരു 50 ആൾക്കാരെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് മുറ്റത്ത് കുറച്ച് അറേഞ്ച്മെന്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിനായി നമ്മുടെ കസിൻസും നാട്ടിലത്തെ പിള്ളേരായിരുന്നു സഹായിച്ചത്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടീസും കഴിഞ്ഞായിരുന്നു. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കാറ്ററിങ്ങിന് അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടെൻഷൻ ഇല്ല. മോർണിംഗ് എണീറ്റ് വന്നപ്പോൾ ടോട്ടൽ ലുക്ക് ഇതുപോലെ ആയിരുന്നു. പിന്നെ ഞാനും ബ്രദറും കൂടി കേക്കും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി നേരെ വിട്ടു കൂരിനടക്കി. നമ്മൾ ഓർഡർ ചെയ്ത് നെറ്റി ബബിൾ കേക്ക് ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു വൈറ്റ് ഫോറസ്റ്റും മേടിച്ചായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അടുത്ത പണി പറഞ്ഞാൽ ഞാൻ കസാര തുടക്കിൽ. അങ്ങനെ അതും ചെയ്തു. കൂടെ നമ്മുടെ ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം നമ്മൾ അങ്ങനെ കേക്ക് മുറിക്കൽ പരിപാടിയിലേക്ക് കടന്നു. അങ്ങനെ അച്ഛൻ്റെ 60ാമത്തെ പിറന്നാളിന്റെ കേക്ക് മുറിച്ചു. പിന്നെ കേക്ക് മുറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കൽ പരിപാടിയിലേക്ക് ഇരുന്നു. ഈ ഇരിക്കുന്നതാണ് എൻ്റെ അച്ഛനും കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാരും വന്നായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവർക്കും ഫുഡൊക്കെ സെർവ് ചെയ്തതിനു ശേഷം പരിപാടി അനുസരിച്ച് അങ്ങ് വൈൻഡപ്പ് ചെയ്തു. ഇതിൽ പ്രധാന പാർട്ട് ഇതൊന്നുമല്ല. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർഡർ ചെയ്ത ഗിഫ്റ്റ് വരുന്നത്. സംഭവം ഒരു വാച്ചായിരുന്നു. പക്ഷെ പൂരം കഴിഞ്ഞ് വെടിക്കെട്ട് കഴിഞ്ഞിട്ടാണ് സാധനം കിട്ടിയത്. പക്ഷെ എന്തായാലും കിട്ടിയ പാട് അച്ഛനെ ഞാൻ എടുത്ത് കൊടുത്തു കേട്ടോ. തിരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തായിരുന്നു ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. ഇതുവരെയായിട്ട് ഞാൻ അച്ഛനെ വിഷ് ചെയ്തിട്ടില്ല. അങ്ങനെ അച്ഛനോട് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്ത് കൂടെ അച്ഛനൊരു ഹഗ്ഗും കൊടുത്ത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ അച്ഛനെ അങ്ങോട്ട് ഹഗ് ചെയ്യണത്. മേ ബി ഒട്ടുമിക്ക ബോയ്സും ഇതുപോലെ തന്നെ ആയിരിക്കും അല്ലേ? അപ്പം എന്തായാലും ഞാൻ അടുത്ത സ്റ്റോറിയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ.